അതെ അതെ വിവാഹം വരെ ഉറപ്പിച്ചിരുന്ന ഒരു സമയമായിരുന്നു. വിവാഹ വസ്ത്രത്തിന്റെ കളർ വരെ എന്റെ മകള് തീരുമാനിച്ചിരുന്ന ഒരവസരത്തിലാണ്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിക്ക് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതായത് 30 വർഷം ആദ്യം തടവ് അനുഭവിക്കണം, അതിനുശേഷം ജീവപര്യന്തം എന്നുള്ളതാണ്. കുടുംബം ഇപ്പോൾ ചേരുന്നുണ്ട്. അച്ഛൻ മോഹൻദാസ് ചേരുകയാണ്. നിയമപോരാട്ടങ്ങൾക്ക് 2 വർഷവും 10 മാസവുമാണ് ഈ ഒരു കേസിന്റെ പിന്നാലെയുള്ള ഒരു 11 ദിവസവും. ഇപ്പോൾ ഇങ്ങനെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ആദ്യം വിധിയിൽ എന്താണ് അച്ഛന്റെ പ്രതികരണം? ഇന്നത്തെ വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. കാരണം അത്രയും കഠിനമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിധിയിൽ പൂർണ്ണത ഉള്ളതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതിന് ആവശ്യമായിട്ട് വേണ്ടി ഞങ്ങളുടെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചിട്ട് മേൽക്കോടതികൾ ഞങ്ങൾ സമീപിക്കും. അത് ഞങ്ങളുടെ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ കോടതിയിൽ പ്രോസിക്യൂട്ടർ പ്രധാനമായും ശിക്ഷാവിധിയിൽ വാദിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ടുകൊണ്ട് വധശിക്ഷ എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ കുറഞ്ഞതൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതുണ്ടായിട്ടില്ല. കുടുംബവും അങ്ങനെ ഒരു സ്റ്റാൻഡിൽ തന്നെ ആയിരുന്നു. അപൂർവമായിട്ട് കേസായിട്ട് തന്നെ ആണ് നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിന് ആധാരമായിട്ടുള്ള എല്ലാ തെളിവുകളും കോടതിയിലുണ്ടായിരുന്നു. കാരണം 10 വകുപ്പുകളും സംശയാതീതമായ രീതിയിൽ തെളിയിക്കുന്നതിന് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കും അതിൻ്റെ രേഖകൾക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതിന് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അപൂർവമായ കേസായിട്ട് തന്നെ പരിഗണിക്കേണ്ടതായിരുന്നു എന്നാണ് പൊതുസമൂഹത്തോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഈ വിധിയിൽ എന്തായാലും അപ്പീൽ ഹൈക്കോടതിയിൽ പോകുന്നതാണ്. കുടുംബത്തിന്റെ ആവശ്യം അത് തന്നെയാണ്. പ്രോസിക്യൂട്ടർ പറഞ്ഞത് നമ്മൾ ഈ പ്രതി അർഹിക്കുന്ന ശിക്ഷ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് മേൽക്കോടതികളിൽ പോയി അതിൻ്റെ ശിക്ഷയുടെ അളവ് കൂട്ടണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെ തന്നെ പ്രോസിക്യൂട്ടർക്കും അഭിപ്രായമുള്ളത്. ഈ കോടതിക്കുള്ളിൽ അച്ഛൻ ശ്രദ്ധിച്ചാണ് വളരെ കൂളായിട്ടാണ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അയാൾ വന്ന് നിൽക്കുന്നത്. യാതൊരു തരത്തിൽ ഈ പറയുമ്പോൾ പ്രായശ്ചിത്തമുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെയാണല്ലോ. ആർക്കും എന്ത് വേണം ചെയ്യാവുന്ന ഒരവസ്ഥയാണല്ലോ ഉള്ളത്. കാരണം നമ്മുടെ നികുതിപ്പണം കൊടുത്ത് ആ പണം കൊണ്ടാണ് ആ പണം ഉപയോഗിച്ച് നല്ല ജയിലിലൊക്കെ നല്ല ആഹാരവും ഭക്ഷണവും സൗകര്യങ്ങളും, ചിലർക്കൊക്കെ റിമാൻഡ് പ്രതികൾക്കൊന്നും ജോലി പോലും ചെയ്യണം. അങ്ങനെ നല്ല സുഭിക്ഷമായിട്ട് സാധാരണക്കാരുടെ നികുതിപ്പണം ഉപയോഗിച്ച് അങ്ങനെ കഴിയുന്ന ഒരവസ്ഥ ഈ സിസ്റ്റം തന്നെ നമുക്ക് അപാകതയില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അമ്മ എല്ലാ ദിവസവും കേസ് വിളിക്കുമ്പോൾ ഇങ്ങനെ കോടതിയിൽ വരുന്നു. ഇന്നിപ്പോൾ വിധിക്കും അകത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താണ് വിധി കേട്ടപ്പോൾ അമ്മയ്ക്ക് തോന്നിയത്? ചെറിയൊരു ആശ്വാസം. സത്യത്തിൽ 2 വർഷവും 10 മാസവും 11 ദിവസവുമായിട്ട് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും അവളുടെ അച്ഛനുമാണ്. ഞങ്ങൾ അനാഥരായി. ആരൊക്കെ ഉണ്ടെന്നും പറഞ്ഞാലും ഞങ്ങളുടെ മകൾ ഞങ്ങളോടൊപ്പം ഉള്ള അത്രയും വരില്ല. ഇപ്പൊ സത്യത്തിൽ ഈ ശിക്ഷ മതിയായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും ഇതൊരു ചോദ്യചിഹ്നമല്ലേ? ഈ ശിക്ഷയാണോ ഇത്രയും ക്രൂരമായി കൊല ചെയ്യേണ്ട പ്രതിക്ക് കിട്ടേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റിയൊന്നും മരണം വരെയും സത്യത്തിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് അല്ലേ? പിന്നെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അപ്പോൾ പലരും പ്രതീക്ഷിച്ചിരുന്നത്, കുടുംബം കൂടെ ആഗ്രഹിച്ചിരുന്നവർ ഒരു പക്ഷേ വധശിക്ഷ എന്നുള്ളൊരു കാര്യത്തിൽ പോകുമെന്നുള്ളതായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഇല്ല ഇല്ല നീതിയെ പറ്റിയോ നിയമത്തെ പറ്റിയോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അർഹതയില്ല. അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഒരു തെറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് അസ്തമിച്ചു. അതെ 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 വിവാഹം വരെ ഉറപ്പിച്ചിരുന്ന ഒരു സമയമായിരുന്നു. വിവാഹ വസ്ത്രത്തിന്റെ കളർ വരെ എന്റെ മകള് തീരുമാനിച്ചിരുന്ന ഒരവസരത്തിലാണ്. മുത്തശ്ശി കൂടെ ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ജീവപര്യന്തം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വധശിക്ഷ എന്നുള്ളതാണ് അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ കൊച്ചുമോളാണുള്ളത്. അവൾക്ക് പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ ഈ ശിക്ഷയോട് താല്പര്യം എന്നെ സംബന്ധിച്ചാണെങ്കിൽ
കോടതിയുടെ ഈ മോള് പറഞ്ഞതുപോലെ അതിനോട് യോജിക്കുന്നു, എങ്കിലും തൃപ്തരല്ല. കാരണം നമ്മുടെ കുഞ്ഞ് വേദനിച്ചതുപോലെയുള്ള ദുഃഖം, സങ്കടം അത് അവൻ അറിയണം. വെളുപ്പിന് 4:30 മണിക്ക് നടന്ന സംഭവം ഇവരെ അറിയിക്കുന്നത് 7 മണിക്കാണ്. ആ 7 മണിക്ക് തന്നെ അതിൻ്റെ അത്രയും സമയം അതിനെ ആരും നോക്കിയില്ല. അത് കിടന്ന് വേദന അനുഭവിച്ച് മരിക്കുകയാണ്. ആ സമയത്ത് കൊണ്ടുപോയി കിംസിൽ അടുത്തൊക്കെ ആശുപത്രി ഉണ്ടായിരുന്നു. ഒരിടത്ത് വരെ കൊണ്ടുപോയില്ല. ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല. അങ്ങനെ അത് വേദന തിന്ന് ആശുപത്രിയിൽ ചെന്നിട്ട് 10 മിനിറ്റ് അതിന് ജീവനുണ്ടായിരുന്നു. അപ്പം ചികിത്സിച്ച് അത് രക്ഷപ്പെടുവില്ലേ. അപ്പം അതെല്ലാം പോട്ടെ, എല്ലാം അനുഭവിക്കുന്നത് ആരാ? ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഇനി എത്ര വർഷം ആ ചിന്തയിൽ ഇനി ജീവിച്ചു പോകണം, അവരെ നോക്കാൻ ആരുമില്ല. പക്ഷേ ഈ ശിക്ഷ കോടതി കൊടുത്തെങ്കിലും ഞങ്ങളതിനോട് അനുകൂലിക്കുന്നെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് അവരെന്താന്ന് വെച്ചാൽ മുമ്പോട്ട് ചെയ്യട്ടെ. കുഞ്ഞിൻ്റെ ആത്മാവിനും ഇപ്പോൾ അതും ഇരിക്കുന്ന അതിനും സ്വസ്ഥത ഇതിൽ കിട്ടിക്കാണോന്ന് അറിയില്ല. പക്ഷേ ഇവരുടെ ഈ പോരാട്ടത്തിൽ അതിന് മുൻപ് പോകുമ്പം അതിനും മനസ്സമാധാനം കിട്ടും, ശാന്തി കിട്ടുമെന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ജീവൻ പോകുന്നേരം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആദിയിൽ ഇങ്ങനെ ജീവിച്ച് പോകുന്നതേ ഉള്ളൂ. ഒരു നിമിഷം പോലും സങ്കടമില്ലാത്ത സമയമില്ല. അത്ര ലാളിച്ച് വളർത്തി പഠിപ്പിച്ചു കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ ഒറ്റ ഒരാളെ ചെയ്ത് രണ്ടും അവരെ നോക്കാൻ ആരുമില്ല. ആ കുഞ്ഞെന്ന് വെച്ചാൽ അച്ഛനും അമ്മയെന്ന് വെച്ചാൽ അങ്ങനെ അച്ഛൻ സ്നേഹിച്ച ഒരു കുഞ്ഞാണ്. അതുപോലെ ആ കുഞ്ഞിനാണ് ഈ ഗതി വന്നത്. കഴിഞ്ഞ 3-4 വർഷമായി, കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് വിഷുവിന് അവൾ ആദ്യമായിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അവൾ ഈ കുഞ്ഞിനെ ഇരിപ്പിനെ രണ്ടിനെയും കാണാൻ അവർ 4 മണിയായപ്പം ബസ്സിൽ അവിടെ വന്നിറങ്ങിയിട്ട് ഈ അച്ഛനെയും അമ്മയും കണ്ടിട്ട് അവർ അന്ന് സ്ഥലം വിട്ട് ആ ലാസ്റ്റ് കാണലായിരുന്നു ഈ അച്ഛനെയും അമ്മയും. ദയവായിട്ട് അങ്ങനെ കാണിക്കാൻ കൊണ്ടുവന്നോന്നൊന്നും അറിയില്ല. അതൊക്കെ നമുക്ക് ഓർത്താൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ആ വിഷു വരുമ്പം നമുക്ക് സഹിക്കാൻ പറ്റുമോ? സഹിക്കില്ല. ഇവർ കണ്ണീര് കാണാൻ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ആ സങ്കടത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ നിയമ പോരാട്ടത്തിൽ ഓരോ തവണയും കൂടെ വരുന്ന ഷായിച്ചേട്ടനാണ് ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയാണ്. ഈ വിധിയിൽ കുടുംബമാകെ ഒരു വിഷമത്തിലാണ്, പൂർണ്ണ തൃപ്തരുമല്ല. ഇല്ല, ഞങ്ങൾക്ക് ഇത് തൃപ്തി ഒന്നും പറയാൻ പറ്റുമോ? ലിജോയ്ക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ആർക്കും. നിങ്ങളെ ഏറ്റവും കൂടുതൽ മീഡിയ ഈ സംഭവം ഉണ്ടായ ശേഷം ഈ കുടുംബത്തോട് ചേർന്ന് നിന്നാണ് ഇവിടുത്തെ കേരളത്തിലെ സകലമാന മീഡിയയും. ഞങ്ങൾക്ക് എല്ലാവരോടും ഞങ്ങൾക്ക് ഏറെ നന്ദിയുണ്ട്. കാരണം ഇതൊരു കേരളത്തിലെ ഒരു മനസാക്ഷിയാണ്. നമുക്കിതൊരു ഇനി ഇത് കേരളത്തിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രീ മോഹൻദാസ് ചേട്ടൻ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വക്കീലുമായിട്ട് ആലോചിച്ച് തന്നെ മേൽക്കോടതി പോകണം തന്നെയാണ് ഞങ്ങൾ. എന്നാലും ഇവരുടെ ഈ ദുഃഖത്തിൽ ഇവരുടെ കൂടെ തന്നെ ഏത് അറ്റം വരെയാണെങ്കിലും ഞാനും ഇവരുടെ ഒപ്പം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് വരുന്നു. ഈ വന്ദനയുടെ കുടുംബം പറയുന്ന കാര്യം അതുതന്നെയാണ്. പൂർണ്ണ തൃപ്തരല്ല, പക്ഷേ ചെറിയ ഒരു ആശ്വാസമുണ്ട് ഈ ഒരു വിധിയിൽ എന്നുള്ളതാണ്. മനുഷ്യർക്ക് ജീവിക്കുന്ന സമയത്ത് അപ്പനും അമ്മയും ജീവനോടെ ഉള്ളപ്പോൾ മക്കൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനപ്പെടുന്ന കാര്യം. അത് അനുഭവിച്ച അവർക്ക് മാത്രമേ അതിൻ്റെ ഒരു വിഷമം അറിയുകയുള്ളൂ. എന്തായാലും കേരളം ഒന്നാകെ ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. നിയമ പോരാട്ടങ്ങൾക്ക് ഈ പ്രോസിക്യൂഷൻ ഇപ്പോൾ ഉള്ള പിന്തുണയും ഉറപ്പു നൽകുകയാണ്. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.